അതിനിടെ കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുമായി ഇന്ന് രണ്ടാം ഘട്ട ചർച്ച നടക്കും. യോഗത്തിൽ ജിതേന്ദ്ര സിംഗ് പങ്കെടുക്കും. അതിനിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം നേരിടാൻ ബംഗാളിൽ നിന്ന് 20 കമ്പനി CRPF-നെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. വിഷ്ണു പ്രസാദ് ഉണ്ട്. വിഷ്ണു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? വീണ്ടും പ്രതിഷേധം ശക്തമായാൽ അതനുസരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കാനാണല്ലോ തീരുമാനം. മോത്തി, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിന് പിന്നിലാണ് ജന്തർ മന്ദർ പ്രതിഷേധ സ്ഥലമുള്ളത്. പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ നമുക്ക് സൈഡിലൂടെ കാണുന്ന ഈ റോഡിലൂടെ സമരക്കാരെ അങ്ങനെ കടത്തിവിടുന്നില്ല. പലപ്പോഴും മാധ്യമപ്രവർത്തകരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും മാത്രമാണ് കടത്തിവിടുന്നത്. ഇതിനോടകം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, അതായത് സായുധ സേനാ വിഭാഗത്തെ ഈ പന്തലിന് സമീപത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് സമരം ശക്തമാക്കുമെന്ന് CJP പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഇനിയും ഞങ്ങൾക്ക് മിണ്ടാതെ മാറി നിൽക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഒരു നിലപാടിലേക്ക് എന്തായാലും സുരക്ഷാ സേന വിന്യാസങ്ങൾ മാറ്റിയിട്ടുള്ളത്. കൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CJPയുടെ ചർച്ചയിൽ അവർ മുന്നോട്ട് വെച്ച ചില ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. സ്വാഭാവികമായും അതിലൊന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം തന്നെയാണ്. അതിനോട് സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നത് തന്നെയാണ് അതീവ പ്രാധാന്യമായിട്ടുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധവുമായി ശക്തമായി രംഗത്തെത്തുന്നു. ഒപ്പം തന്നെ ജന്തർ മന്ദറിൽ CJPയുടെ ഭാഗത്തു നിന്നും ആ പ്രതിഷേധം അതേ ശക്തിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്തായാലും വലിയ സേനാ വിന്യാസത്തിലേക്കും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി ജന്തർ മന്ദറിന് സമീപത്തേക്ക് വിന്യസിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. 16 മെട്രോ സ്റ്റേഷനുകളാണ് ഡൽഹിയുടെ നഗരഭാഗത്തുള്ള 16 മെട്രോ സ്റ്റേഷനുകളാണ് പോലീസ് അടച്ചിട്ടുള്ളത്. അതിന്റെ പ്രധാന കാരണമായി പറയുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ എന്നാണ്. ഇതിൽ പ്രധാനമായും സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള പട്ടേൽ ചൗക്ക് എന്ന് പറയുന്ന ജന്തർ മന്ദറിന് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ വരെ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് പോലീസും അതോടൊപ്പം തന്നെ ഡൽഹി മെട്രോ കോർപ്പറേഷനും ചേർന്ന്. എന്തായാലും സമരത്തെ എല്ലാ രീതിയിലും നേരിടാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ബാരിക്കേഡുകൾ പല ഘട്ടങ്ങളായി പല ലെയറുകളായി സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം എന്തായാലും ഇപ്പോൾ പോലീസ് നേരിടാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വരെ എത്തിയതായിരുന്നു CJPയുടെ പാർലമെന്റ് മാർച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വെച്ച് പോലീസ് തടയുകയും പോലീസ് ലാത്തിചാർജ് നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾ തിരിച്ച് വീണ്ടും സമരപന്തലിലേക്ക് എത്തിയത്. ഇന്നിനി വീണ്ടും സമരവുമായി CJP പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുമോ എന്ന ആശങ്കയുണ്ട്. കാരണം കൊണാട്ട് പ്ലേസിലടക്കം ചിലയിടങ്ങളിൽ CJP പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസിനെ പിരിച്ചുവിടേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തന്നെ വേണ്ടിയാണ് ഡൽഹിയുടെ നഗരഭാഗത്ത് ഇത്രയേറെ പോലീസ് ഉദ്യോഗസ്ഥരെ എന്തായാലും വിന്യസിച്ചിട്ടുള്ളത്. ഇത് ഡൽഹിയിലെ ഈ ഒരു CJPയുടെ സമരം നടക്കുന്ന ജന്തർ മന്ദറിൽ മാത്രമല്ല, പ്രധാനപ്പെട്ട റോഡുകളിൽ, സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ, അതോടൊപ്പം തന്നെ ശാസ്ത്രി ഭവൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഓഫീസിന് മുന്നിലെല്ലാം തന്നെ പോലീസിന്റെ സേനാ വിന്യാസമുണ്ട്. പാർലമെന്റിനും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റിന്റെ 3ാം ദിനവും സഭ പ്രക്ഷുബ്ധമായത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പാർലമെന്റിന്റെ സമീപത്തുള്ള ഈ പറയുന്നത് പോലെയുള്ള ജന്തർ മന്ദറിലേക്കും അവിടെ നിന്ന് പോകുന്ന റോഡിലേക്കും എല്ലാം തന്നെ പോലീസിന്റെ സുരക്ഷ മാറ്റുകയാണ് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും പ്രധാനപ്പെട്ട റോഡുകൾ വഴി ജന്തർ മന്ദറിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. പകരം സൻസദ് മാർഗിന്റെ വശത്തുള്ള ആ റോഡ് ജന്തർ മന്ദറിന്റെ പ്രധാന എൻട്രി പോയിന്റ് എന്ന് പറയുന്ന അവിടെ വഴി മാത്രമേ എന്തായാലും ഇപ്പോൾ ആളുകളെ കയറ്റുന്നുള്ളൂ ഉള്ളിലേക്ക്. ഇതിനോടകം തന്നെ ജന്തർ മന്ദർ CJP സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കനത്ത സുരക്ഷാ സന്നാഹവും ഇതിന്റെ ഭാഗമായി വിന്യസിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾ തന്നത് വിഷ്ണുവാണ്.